I congratulate all of you for giving me a chance like this, for coming here and speaking to you almost 45 minutes. And I wish all the best for my best comrade, Mr. Rachid Kepi, for winning his mandate as a representative of FIP. ആലപ്പുഴ UDFിൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സുഹൃത്തു കൂടിയായ പ്രിയപ്പെട്ട KPA റാഷിദിനെ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വാർഡ് കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. നമ്മുടെ 5ാം വാർഡിലെ ഇന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊപ്പം യുവാക്കൾ ഉൾപ്പെടെയുള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മോട്ടിവേഷൻ സെഷൻ ക്ലാസ്സാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഈ യോഗത്തിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട മൻസൂർ അലി സാർ, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഷെബീബിനും വേണ്ടി ഇവിടെ സ്വാഗതം ആശംസിച്ച ഷെബീബിനും വേണ്ടി എല്ലാവർക്കും വേണ്ടി അധ്യക്ഷൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മൻസൂർ അലി സാറ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെയുള്ള വലിയൊരു ഫാക്കൽറ്റി, വലിയൊരു ട്രെയിനർക്ക് ഒരു പക്ഷേ പറ്റിയ സദസ്സ് ആവണം എന്നില്ല ഇവിടെ. എന്നാലും അദ്ദേഹം നമ്മുടെ ഈ കൂടിച്ചേർന്ന ആളുകൾക്കനുസരിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനിങ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ നൽകുന്നതാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ യോഗത്തിലെ വേദിയിലുള്ള പ്രിയപ്പെട്ട മമ്മുക്കുട്ടി ഹാജി വേദിയിലുള്ള അധ്യക്ഷ സ്ഥാനത്ത് ഉദ്ഘാടകനായിട്ട് അദ്ദേഹത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ചെറിയ ദൗത്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ വലിയ ദൗത്യം എന്ന് പറയുന്നത്, ഈ നഗരസഭയിലെ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നമ്മുടെ 5ാം വാർഡ്, നമ്മുടെ മുസ്ലിം ലീഗിന്റെ UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KPA റാഷിദിനെ നമ്മൾ വിജയിപ്പിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ സംശയം ഇല്ല എന്ന് പറയാൻ കാരണം റാഷിദിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കൊരു മോട്ടിവേഷനാണ്. ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ, നമുക്കറിയാം മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ രണ്ട് വാക്കുകൾ കുട്ടികൾക്കൊക്കെ അറിയുന്ന സംഭവങ്ങളാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ സമയത്തുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ചേഞ്ചാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. റാഷിദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോട്ടിവേഷൻ എന്നല്ല വാക്കല്ല ഉപയോഗിക്കുന്നത്, ഇൻസ്പിറേഷനാണ്. കാരണം നമുക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടത്, പ്രത്യേകിച്ചും ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വാർഡുകളിലുള്ള സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ജനങ്ങളുടെ ഒരു സുഹൃത്തിനെയാണ്. ജനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകളെയല്ല ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രത്യേകിച്ചും യുവാക്കൾക്കും കുട്ടികൾക്കും വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ റാഷിദ് എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മെമ്പറായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത്, സാധാരണ പറയാറുണ്ട് നമ്മുടെ ഈ പാലപ്പുറ പോലെയുള്ള പ്രദേശത്ത് നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്.
ഇവിടെ കുറച്ച് ലൈറ്റ് ഇടുക, അല്ലെങ്കിൽ റോഡ് റീടാറിംഗ് നടത്തുക, ചെറിയ ചെറിയ പദ്ധതികളുമായിട്ട് ഉള്ള ഉത്തരവാദിത്തമുള്ളൂ എന്നുള്ളൊരു സാധാരണ ചർച്ച ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റാഷിദിനെ പോലെയുള്ള മറ്റു താല്പര്യങ്ങളില്ലാത്ത ഒരാൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ചും എന്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് പുരോഗമനപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു പ്രാപ്തിയും കഴിവും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാഷിദ് ഒരു ഇൻസ്പിറേഷനാണ്. കാരണം പൊതുപ്രവർത്തനം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പബ്ലിക് വർക്ക് എന്ന് പറയുന്നത്. പൊതുപ്രവർത്തനത്തിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പുതുതായിട്ടൊന്നും നമ്മുടെ സ്ഥാനാർത്ഥിക്ക്, നമ്മുടെ പ്രിയപ്പെട്ട റാഷിദിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, MSF ആയിട്ടും യൂത്ത് ലീഗ് ആയിട്ടും. അപ്പൊ റാഷിദ് തന്നെയാണ് ഇൻസ്പിറേഷൻ. നമുക്കൊരാള് ഇൻസ്പയർ ആവുക എന്ന് പറയുന്നത് എങ്ങനെ? അയാളുടെ ജീവിതം നോക്കിയിട്ടാണ്. ഓരോരുത്തരും നമുക്ക് വളരെയധികം ഇൻസ്പയർ ആവാറുണ്ട്. ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രചോദനം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ വരാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറേ സംഗതികൾ നമ്മൾ ഇൻസ്പയർഡ് ആവണം. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, അത് തെരുവുവിളക്ക് പോലെയാണ്, സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ്. നമ്മളിങ്ങനെ വളരെ ആവേശകരമായ പ്രസംഗം കേട്ടു, ആ പ്രസംഗം കേട്ട് നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തേക്ക് അതിന്റെ ആവേശങ്ങൾ നിലനിൽക്കുന്നതാണ്. സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പിന്നെ എന്താ പറയാ, ഒരു ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, ഒരു പോസ്റ്റ്. അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് തൊട്ടടുത്ത പോസ്റ്റ് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഇൻസ്പിറേഷനാണ്. മറ്റുള്ള ആളുകളെ ജീവിതം നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞ് നമ്മൾ ഇൻസ്പയർഡ് ആവണം. നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിൽ നിങ്ങൾ തിരൂരിലുള്ള ഒരു കുട്ടിയെ കുറിച്ച് വാർത്ത കേട്ടിട്ടുണ്ടാവും. എത്ര പേർക്ക് അറിയാന്നുള്ള എനിക്കറിയില്ല. കാവ്യ ജോസ് എന്നാണ്, ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്. കേരളത്തില് ഏറ്റവും വലിയ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പിന് അർഹത നേടിയ ഒരു പെൺകുട്ടി ഇപ്പൊ വിദേശത്ത്, ഗോപാൽ ഐസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്നാണ് എന്റെ വിശ്വാസം. ആ ഭാഗത്തിരിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷെ അറിയാം. ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഉയർന്ന വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഐസർ എന്ന് പറയുന്നത്. ഐസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, IIT എന്ന് കേട്ടിട്ടുണ്ടാവും, എയിംസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് എയിംസ് എന്ന് പറയുന്നത്? ആക്കെ പറയാൻ പറ്റുമോ? എയിംസ് എങ്ങനെയാണ് എയിംസിൽ എത്തിച്ചേരുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. എപ്പോഴാണ് എയിംസിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പരീക്ഷയാണ് എഴുതേണ്ടത്? 7ാം ക്ലാസ് ആണോ, 10ാം ക്ലാസ് ആണോ, +2 ആണോ, അതിന് ശേഷമുള്ള ഏതെങ്കിലും പരീക്ഷയാണോ? അറിയാം. +2 കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് എഴുതാറുണ്ട്. എഞ്ചിനീയറിംഗിലേക്കും പോകും, പിന്നെ സയൻസിലേക്കും പോകും, മെഡിക്കൽ വിഭാഗത്തിലേക്കും പോകും. അതിൽ MBBS ഇന്ത്യയിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് എയിംസ് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മൾ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കിയുള്ള പഠനമായിരിക്കണം നമ്മളുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ഒപ്പം ഞാൻ ഇവിടെ പറഞ്ഞു സൂചിപ്പിച്ചത് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നാണ്. +2 കഴിഞ്ഞ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് സയന്റിസ്റ്റ് ആവാൻ, ശാസ്ത്രജ്ഞനാവാൻ വേണ്ട പഠനം ലഭിക്കുന്ന, അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിൽ ടീച്ചറാവാൻ, വലിയ വലിയ സ്ഥാപനങ്ങളിൽ അധ്യാപകനാൻ വേണ്ട പഠനം ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഐസർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 7 ഐസർ സ്ഥാപനങ്ങളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സാറുകൾ വിശദീകരിക്കും. 7ഓ 8ഓ ആണ്, വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഏതായാലും മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന പ്രദേശത്ത് ഭോപ്പാൽ ഐസറിൽ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് നേടിയ കാവ്യ ജോസ് മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശിനിയാണ്. ആലോചിക്കാം, നമ്മളെ പോലെ സാധാരണ കുടുംബങ്ങളിൽ നിന്നും വളർന്നു വന്ന് പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ ഒട്ടനവധി സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളതൊക്കെ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇപ്പോ ലോകത്താകമാനം കോവിഡിന്റെ ഭീഷണിയിലാണ്. ഈ സമയത്തും പിടിച്ചു നിന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് വ്യക്തമായ ഗവൺമെന്റ് ജോലിയുള്ള ആളുകളാണ് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഉള്ള പഠനം അവസരങ്ങൾ പരമാവധി മുതലാക്കുക എന്നുള്ളതാണ്. കാര്യമായിട്ടും നമ്മുടെ അനുഭവത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഏക കാര്യം, എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയണം.
നല്ല നല്ല പഠനങ്ങൾ നേടിയെടുത്ത് വ്യക്തമായ ഒരു ജോലി നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് ആണ്. റിസ്ക് എടുക്കാൻ ഒരു വിഭാഗം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയുള്ളൂ. പക്ഷെ റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡ് കുറേ ഉണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും നമ്മളെ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമാർന്ന കോഴ്സുകൾ തേടിപ്പോകുന്ന ഒട്ടനവധി കുട്ടികൾ നമ്മുടെ പ്രദേശത്തു നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അത്തരം ഉയർന്ന മേഖലയിലേക്ക് ഈ പാലപ്പുറ പോലെയുള്ള നല്ലൊരു പ്രദേശത്തു നിന്നും എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ വളർന്നു വരണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. എന്റെ മുന്നിലുള്ള ദൗത്യം എന്ന് പറയുന്നത് ഷബീബിനും വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം നമ്മുടെ പ്രവർത്തനം ഒന്നുകൂടി ശക്തമാക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഇതുവരെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് നമ്മുടെ വാർഡ് ഉണ്ടായിട്ടുള്ളത്. റെക്കോർഡ് ഭൂരിപക്ഷം നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനവുമായി ഒരുമിച്ച് മുന്നേറിയാൽ നമ്മുടെ എന്റെ പ്രിയ അനുജൻ KPA റാഷിദിനെ നമുക്ക് വലിയ ഭൂരിപക്ഷത്തിൽ മുനിസിപ്പാലിറ്റിയിൽ വരാൻ സാധിക്കും. വലിയ മാറ്റങ്ങൾ നമ്മുടെ പാലപ്പുറയിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കേൾക്കു വേണ്ട. ഏതായാലും ഈ പരിപാടി ഇനാഗ്രേഷൻ നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മമ്മൂട്ടി ഹാജിയെ ക്ഷണിക്കുന്നു. ഒപ്പം ട്രെയിനറുടെ മനോഹരമായ ക്ലാസ് നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മൻസൂർ അലി സാറ് വിവിധ ലോകരാഷ്ട്രങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്, മോട്ടിവേഷൻ ട്രെയിനറാണ്, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എന്താ പറയാ ഇവിടുത്തെ മെമ്പറാണ്. ഇങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന പ്രിയപ്പെട്ട മൻസൂർ അലി സാറാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. പ്രിയപ്പെട്ട മമ്മൂട്ടി അവരുടെ വേദിയിലേക്ക് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വളരെ വലിയൊരു വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ഇനിയിപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഞാൻ എല്ലാവരെയും എല്ലാവർക്കും ഞാൻ എൻ്റെ ഇത് നടക്കാൻ പോകുന്ന മോട്ടിവേഷൻ ക്ലാസ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒഫീഷ്യൽ പ്രോഗ്രാം ഇവിടെ നടക്കാനുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ എല്ലാവരും എത്താൻ കുറച്ച് വൈകിയപ്പോൾ എവിടെയൊക്കെ പോവുകയാണ്. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് സാറ് എൻ്റെ ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്നും കൂടി വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം. ഡോക്ടർ മൻസൂർ അലി അദ്ദേഹം എഡ്യൂക്കേഷനിൽ ഓണററി ഡോക്ടറേറ്റ് കിട്ടിയ വ്യക്തിത്വമാണ്. അതുപോലെ മജ്ലിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീനാണ്. അതുപോലെ റോയൽ എഞ്ചിനീയറിംഗ് കോളേജ്, യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന സ്ഥാപനങ്ങളുടെ CEO. അതിലെല്ലാം ഉപരി അദ്ദേഹം ഒരു പൈലറ്റ്, സർട്ടിഫൈഡ് പൈലറ്റ് കൂടിയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ അതിനെയും ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് അവരെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമാണ് ഈ ചടങ്ങിന് എൻ്റെ പ്രിയപ്പെട്ട സാറ് ഡോക്ടർ മൻസൂർ അലി സാറ് ഈ ചടങ്ങിൽ സംസാരിക്കുന്നതിന് വേണ്ടി created all of us and bestowed us with these fortunes. On the dais, my respected President, the welcome speaker, and of course my beloved friend and the candidate of this ward, 5th ward of Kottakkal municipality. And of course, my dear fathers, mothers, sisters, brothers, and my dear small children, may the blessings of the Almighty shower upon us all the time. Assalamu alaikum. Very good evening. Namaskaram. I'm proud and pleased to be here as a speaker for giving you something, especially my sisters and bros. In the presence of the guardians, especially the teachers, the people
We got experienced people, we got the grown-up people, we have a variety of people representing this particular place. And I'm so happy to represent again my dearest friend as well as my student. Your candidate, Mr. Kapir Rashid. I'm switching to Malayalam basically. എന്തുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് തുടങ്ങിയത് എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ കുട്ടികളോട് ആ കാര്യമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇറക്കാം. ചിലപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിലവരൊക്കെ ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞു നമുക്ക് ചിലർക്ക് തോന്നും. ബേസിക്കലി കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞാൻ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ സ്കൂളുകളെ, കോളേജുകളെ, അതുപോലെ ഈ മുനിസിപ്പൽ ലിമിറ്റിൽ നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, നമ്മുടെ ആയുർവേദ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെയും ടീച്ചേഴ്സിനെയും അവിടുത്തെ പാരൻസിനെയും ഒക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് പുനരുദ്ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിസ്കഷൻസിൽ സ്വാഭാവികമായും നമ്മുടെ സ്റ്റാൻഡിംഗ് ചെയർമാൻ സാജിദ് മങ്ങാട്ടിലും പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, എൻ്റെ രക്ഷിതാക്കളുടെ മുമ്പിൽ ഞാൻ വിലപിച്ചമയാനെല്ലാം അവരോട് ഇംഗ്ലീഷ് തുടങ്ങിയത്. കാലത്തിൻ്റെ പൾസറിഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ, പരസ്പരം തിരിച്ചറിയപ്പെടാനാകാത്ത രീതിയിൽ നമ്മളൊക്കെ മൂടുപട വണിഞ്ഞുകൊണ്ട്, മാസ്ക് അണിഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കൂടി എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ അഞ്ചന്മാർ വളർന്നു വരുന്ന ഭാവി ഇന്ത്യയുടെ ജെംസ്, പേൾസ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അതുകൂടെ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് തുടങ്ങിയത്. My dear friends, I'm so happy for getting a chance like this in this election-related meeting, especially കഴിഞ്ഞ 1 മാസം മുമ്പ്, കഴിഞ്ഞ 1.5 മാസമായി എൻ്റെ കുട്ടികൾക്കൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ നടന്നത് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ലോകം മുഴുവൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന ഒരു ഇലക്ഷൻ നടന്നിവിടെ. What is that? Anybody can just say the answer? Any smarty? ലോകം മുഴുവൻ ഒരുപോലെ ശ്രദ്ധിച്ച നമ്മളടക്കം ടിവിയുടെ മുമ്പിൽ കാതോർത്തിരുന്ന ഒരു ഇലക്ഷൻ. What is that? Oh, that's your smarty. What's your name, please? എന്താ എൻ്റെ പേര് ഇത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആളെന്നെയാണ് ബേജാറാണ് പറഞ്ഞോളെ. ഷഹാന, which class you are studying? 8th standard. Which school? Degree, mashallah. Which college? Farouk Arts and Science College, right? Congratulations. I'll go to class so we can let it. Visualize ചെയ്തത് എൻ്റെ മനസ്സിൽ കണ്ടത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന് കഴിഞ്ഞ 1-2 മാസങ്ങളായി ആ ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന 2 കാൻഡിഡേറ്റ്സ്, നിലവിലുള്ള പ്രസിഡന്റ്, പഴയ വൈസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും കൂടെ 2-3 ആ ഡിബേറ്റ്സ് ഉറക്കം വിളിച്ച് കണ്ട ആളാണ്. ബേസിക്കലി ഒരു ഇന്ത്യക്കാരൻ, ഒരു കേരളീയൻ, നമുക്കെന്താണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാണ്. അവിടെയാണ് എൻ്റെ കുട്ടികളോട്, പ്രത്യേകിച്ച് എൻ്റെ യുവാക്കളോട്, എൻ്റെ അനുജന്മാരോട് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ഇന്ന് ഈ 5ാം വാർഡിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായി നടക്കുന്ന സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ എനിക്ക് നിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒന്നാമതായി എനിക്ക് പറയുവാനുള്ളത് രക്ഷിതാക്കളോട്. മാർച്ച് മാസം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഭൂമിയല്ല ഇപ്പോൾ 2020 നവംബർ 29-ാം തീയതി നമ്മളിപ്പോൾ ഇവിടെ ഈ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴുള്ള ഭൂമി.
തീർച്ചയായും ഒരുപാട് മാറിയ ഭൂമുഖത്താണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നേരെ വല്ലാതെ അനുഭവം വന്നിട്ടില്ല എങ്കിലും ആഗോളാടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലും കീഴ്മേൽ മറിക്കപ്പെട്ട സംവിധാനങ്ങളുണ്ടായ മാറ്റങ്ങളുണ്ടായ സമയമാണ് കഴിഞ്ഞ 5-8 മാസങ്ങളായി നമ്മുടെ മുമ്പിൽ നടന്നത്. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, മൂടപടമില്ലാതെ മാസ്ക് ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റാത്തൊരു ലോകം. ഈ 5-8 മാസങ്ങൾക്കുള്ളിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? നമ്മളൊക്കെ പുറത്തു നിന്ന് മാനസികമായി സമാധാനത്തോടെ ധൈര്യത്തോടെ പുറത്തിറങ്ങാൻ തുടങ്ങിയത് എത്ര ദിവസമായി? കേവല ദിവസങ്ങളായിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ എപ്പോഴും ഞാനിപ്പോഴും മാസ്ക് ഇട്ട് സംസാരിക്കട്ടെ എന്ന് റാഷിദിനോട് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്രൗഡുള്ള ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് ഈ കോവിഡിന് ശേഷം. സാധാരണ ഞാൻ ഒരു ക്രൗഡിനോട് നേരത്തെ ഞാൻ പോകാറില്ല. കാരണം എൻ്റെ മോൻ 2.5 വയസ്സായിട്ടുള്ളൂ. ഞാൻ ഒരുപക്ഷെ നമുക്കൊന്നുമില്ലാതെ എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ ഉപ്പാക്കോ എൻ്റെ മദറിൻലോക്കോ ഇല്ല എൻ്റെ ഭാര്യ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ എന്തെങ്കിലും കിട്ടരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ഉള്ളതുകൊണ്ട് പലപ്പോഴും പല പരിപാടികൾ പോകാറില്ല. അത്രത്തോളം നമ്മൾ ആത്മധൈര്യം കാണിക്കാത്ത അവസരമാണ് കടന്നുപോയത്. ഇപ്പോൾ കുറച്ച് ആഴ്ചകളായി മാത്രമാണ് നമ്മുടെ നാട്ടിൽ തിരക്ക് കൂടിയത്. എന്തിനാണ് ഞാനിത് പറയുന്നത്? എൻ്റെ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട എൻ്റെ യുവാക്കളായ രക്ഷിതാക്കൾ, ന്യൂ ഏജ് പാരൻസിൻ്റെ മുമ്പിലുണ്ട്. ചെറിയ കുട്ടികൾ, 2-3 വയസ്സുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. ഡിഗ്രിയും പ്രീ-ഡിഗ്രി, +2, അതുപോലെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പ്രൊഫഷണൽ കോഴ്സ് അടക്കമുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളോടൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 15 വർഷത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലക്ക്, അത് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഇപ്പോൾ ഒരു 10-13 സ്കൂളിൻ്റെ മാനേജ്മെന്റ് നടത്തുന്ന ഒരാളെന്ന നിലക്കും വളരെ കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കും, കഴിഞ്ഞ 5-8 മാസങ്ങളായി ലോകം കീഴ്മേൽ മറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ രക്ഷിതാക്കൾ മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെയുണ്ട്, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും എങ്ങനെ എഴുതും ഒരുപാട് ഭീതിയോടെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും രാവിലെ പഠിച്ച ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടികളുണ്ട്. ഇപ്പോഴും ഞാൻ വരുമ്പോൾ എൻ്റെ മോള് 10-ാം ക്ലാസ്സിൽ എക്കണോമിക്സിലാണ് പഠിക്കുന്നത്. അവളോട് പഠിക്കാൻ പറയുമ്പോൾ അവളിങ്ങനെ നിർബന്ധിക്കുന്നത് കണ്ടിട്ടാണ്, എൻ്റെ ഭാര്യ നിർബന്ധിക്കുന്നത് കണ്ടിട്ടാണ് ഇവിടെ വന്ന് ഒരുപാട് ഭീതിയോടെ എൻ്റെ മോൾ എവിടെയെത്തും, എൻ്റെ മോൻ്റെ 10-ാം ക്ലാസ് എങ്ങനെയാകും എന്നൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളുള്ള ഈ സദസ്സിൽ ഞാൻ പറയുന്നത് എൻ്റെ രക്ഷിതാക്കളുടെ കുട്ടികളോടും ഈ 5-ാം വാർഡിന്റെ പ്രതിനിധിയായ റാഷിദ് ഇവിടെ നിന്നും ജയിച്ചാൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ അടുത്ത 5 വർഷത്തെ ഭാഗധേയത്തിൽ പങ്കാളിയാകുവാൻ തീർച്ചയായും നിങ്ങളുടെ എല്ലാം റെപ്രസെന്റേറ്റീവായി റാഷിദ് ഇവിടുന്ന് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പാണ്. സ്വാഗത പ്രാസികൾ പറഞ്ഞു. നേരത്തെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു, what is the possibility? It's a short seat actually. They told me. എന്തായാലും അങ്ങനെയുള്ള അവസരം റാഷിദിന് കിട്ടിയാൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഡിസ്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ കേരളത്തിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിയാക്കി മാറ്റുവാനുള്ള ഭാഗധേയങ്ങൾ, ശ്രമങ്ങൾ, തീവ്രമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഉണ്ടാകണമേ എന്ന് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്, ലോകാടിസ്ഥാനത്തിൽ ഇന്ന് എന്തിനെങ്കിലും വിലയുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നത്, മാർച്ച് മാസം മുമ്പ് വരെ എന്തിനൊക്കെയായിരുന്നു വില? ഇവിടെ എന്തിനൊക്കെയായിരുന്നു വില? മാർച്ച് മാസത്തിൽ നാം ഒരുപാട് ഉയർത്തിയിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും, നാം ഉയർത്തിക്കെട്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമായി ഒരു വൈറസിന്റെ പുതിയ വാക്സിന്റെ പിന്നാലെ ഓടുന്ന മനുഷ്യ 10,000 ലക്ഷങ്ങൾ കോടികളാണ് നമ്മുടെ ഭരണാധികാരികൾ അടക്കം ഇത് ഭൂമുഖത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ന്യൂസിൽ ഇപ്പൊ കണ്ടത് എന്താണ്? 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ ലഭ്യമാകുമെന്നാണ്. 16 വയസ്സ് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വാക്സിനേഷൻ ലഭ്യമാകും എന്നാണ് ഇന്നത്തെ വിഷയം.
വിഷയം. ഇന്നത്തെ പുതിയ ന്യൂസ്, എത്ര പേർക്ക് എത്ര സംവിധാനം എത്ര കാശിനാണ് കിട്ടുക എന്നതൊന്നും അറിയില്ല. 750 കോടി ജനങ്ങളുടെ ഈ ഭൂമുഖത്ത് നാം എല്ലാവരും ഒരു വാക്സിൻ കിട്ടേണ്ടത്, ഒരു വാക്സിൻ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ചുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു നിസ്സഹാവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെയാണ് അടുത്ത 10 വർഷം കഴിഞ്ഞാൽ, അടുത്ത 15 വർഷം കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി 17 വയസ്സിൽ 2021 മെയ് മാസത്തിൽ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2 വർഷം 3 വർഷം ഡിഗ്രി അല്ലെങ്കിൽ 4 വർഷം പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ 5 വർഷം പ്രൊഫഷണൽ കോഴ്സ്, അത് കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞാൽ 9 വർഷം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 2030. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 2032, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 2034, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 2032, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലോ 2038 എന്ന് പറഞ്ഞാൽ 10-17 വർഷങ്ങൾക്കപ്പുറം എന്റെ മക്കൾ എവിടെയായിരിക്കുമെന്ന് കൃത്യമായ ധാരണയോടെ, കൃത്യമായ പ്ലാനിങ്ങോടെ നമ്മുടെ മക്കളെ ഇപ്പോൾ വളർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങളെ അതിന് ഇൻസ്പയർ ചെയ്യുവാൻ, നേരത്തെ മാസ്റ്റർ പറഞ്ഞ വേർഡ്സ് കടമെടുത്താൽ നിങ്ങളതിനെ മോട്ടിവേറ്റ് ചെയ്യുവാൻ, നിങ്ങളതിനെ ഇൻസ്പയർ ചെയ്യുവാൻ, നിങ്ങളുടെ മുമ്പിൽ നടക്കാൻ പോകുന്ന ഒരു നേതാവായിരിക്കും, ഒരു ലീഡറായിരിക്കും റാഷിദ് എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പറയുന്നു. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ അത്തരം പ്രവർത്തനങ്ങളിൽ, അത്തരം ഡെവലപ്മെന്റ്സിൽ അതിലൊന്നാമനായി നിങ്ങളുടെ കൂടെ മുന്നേറുവാൻ റാഷിദ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. എന്റെ മക്കളോട് കൃത്യമായി 3 തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ഒരു അരമണിക്കൂർ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മാർച്ച് മാസം മുമ്പ് വരെ നമ്മുടെ ലോകം എന്തായിരുന്നു, നമ്മുടെ ലോകം എവിടെയായിരുന്നു? സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അടക്കം മുട്ടുകുത്തിയത് നിങ്ങൾ കണ്ടു. ഇലക്ഷനിൽ മാത്രമല്ല, ആരായിരുന്നു സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്? അതിനു മുമ്പ് എന്റെ ഫ്രണ്ട്സ്, അമേരിക്കയിലുള്ള ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞത്, അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, പ്രസിഡന്റ് വീണ്ടും ജയിക്കും. പ്രസിഡന്റ് ട്രംപ്, no doubt in doubt he's going to win in this election. അവര് പറഞ്ഞതല്ല. പക്ഷേ എന്താ സംഭവിച്ചത്? കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളറിയാലോ. ഒന്ന് കൈ സോപ്പിട്ട് കഴുകിയാൽ നശിക്കുന്ന മഹാമാരി കൊണ്ടുകുത്തിച്ച് താരക്കുകയാണ്. ലോകത്തിലെ സൂപ്പർ പവർ കൺട്രീസിന്റെ അധിപന്മാർ മുതൽ നമ്മുടെ നാട്ടിലെ സാധാരണ സ്ട്രീറ്റിൽ ഉറങ്ങുന്ന സാധാരണക്കാർ വരെ ഒരേപോലെ ഭയന്ന ഒരു സാധനം, ഒരുപോലെ പേടിച്ചേരേണ്ട ഒരു സാധനം എന്താണ് ഈ ലോകത്തുണ്ടായത്? അത് കോവിഡ് മാത്രമാണ്. അമേരിക്കക്കാരൻ വൈറ്റ് ഹൗസിനുള്ളിൽ ഉറങ്ങുന്നവരും നമ്മുടെ നാട്ടിലെ കോട്ടക്കലെ ഈ സ്ട്രീറ്റിന്റെ ആ പീഡികത്തിനിൽ ഉറങ്ങിയിരുന്ന സാധാരണ അണ്ണനും ഒരുപോലെ പേടിച്ച സാധനം ആദ്യമായിട്ടാണ് ദുനിയാവിലുള്ളത്. എന്താ? കോവിഡ്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളുമുള്ള സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റിന് വരെ കോവിഡ് ബാധിച്ചു. ദൈവാനുഗ്രഹത്താൽ ഇതുവരെ നമ്മളിൽ പലർക്കും ഭൂരിപക്ഷം ആളുകൾ വന്നിട്ടില്ല. പ്രശ്നം വരാൻ ദൈവം ഈശ്വരൻ അത്തരം സംഗതികൾ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. കാലമാണ് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിലും ഈ മാർച്ച് മാസത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങൾ എൻ്റെ കുട്ടികളുടെ അറിവിലേക്ക് ഞാൻ പറയാം. ഒന്ന്, പാലക്കാടുള്ള നിവേദ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാര്യം. എൻ്റെ സ്റ്റുഡൻ്റാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 11ാം ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ, മക്കളൊക്കെ കേൾക്കണമെന്ന്. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി ഫെബ്രുവരി മാസത്തിൽ പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടിയിൽ ഒരു സ്കൂളിൽ ഞാൻ അവനെ ഗസ്റ്റായി കൊണ്ടുവന്നു. അവിടെ ആനുവൽ ഡേ നടക്കുന്ന അന്ന് ഗസ്റ്റായി അവനെ കൊണ്ടുപോയിരുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ. എന്തിനാ അവനെ കൊണ്ടുപോയത് എൻ്റെ കുട്ടികൾ അറിയണം, എൻ്റെ ചെറുപ്പക്കാരും എൻ്റെ രക്ഷിതാക്കളും ഒക്കെ ഇതറിയണം. എന്തിനാ അവനെ കൊണ്ടുപോയതെന്ന് അറിയോ? അവൻ സ്വന്തമായി ഉണ്ടാക്കിയ റോബോട്ട് പ്രദർശിപ്പിക്കുവാനാണ് കൊണ്ടുപോയത്. സ്വന്തമായി ഉണ്ടാക്കിയ റോബോട്ട് അവൻ പ്രദർശിപ്പിച്ചു. 10 പാരന്റ്സിന്റെ മുമ്പിൽ അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചോദ്യവും ഈ റോബോട്ടിനോട് ചോദിക്കാം, ഞാൻ ഉണ്ടാക്കിയ റോബോട്ട്. And the parents started making questions, putting questions, shorting questions to this robot. നിവേദ് ഉണ്ടാക്കിയ റോബോട്ടിനോട് പാരന്റ്സ് ചോദ്യം ചോദിച്ചു. ഈ റോബോട്ട് ഉത്തരം മറുപടി പറയായിരുന്നു ഇംഗ്ലീഷിൽ. ആ നിവേദ് 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു.
എന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ? ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ. ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഉണ്ടാക്കി. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിലും മറ്റുള്ള പഞ്ചായത്തിലും ഒക്കെ ആളുകൾ, കമ്പനികളൊക്കെ കൊമേഴ്ഷ്യലായി ഇത് വാങ്ങാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് മാസം 10-65,000 രൂപ ഞങ്ങൾക്ക് 4-5 കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, സാറിന്റെ സ്കൂളിലോ സാറിന്റെ കോളേജിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാൻ. ഞങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി എന്ന് വിളിക്കുന്നത് +1 പഠിക്കുന്ന 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 6ലും പഠിക്കുന്ന ആ കുട്ടികൾ കൂടെ ഉണ്ടാക്കിയ ഒരു കമ്പനിയുടെ അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന +1 പഠിക്കുന്ന നിവേദ നമ്പർ 1. ഒരുപാട് വാർത്തകൾ നമ്മുടെ കുട്ടികൾ കണ്ടതാണ്. ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികൾ. എത്രയോ കുട്ടികൾ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കിയത് നമ്മൾ കണ്ടു. ഷോക്കേസിൽ വിൽക്കുവാൻ, ഈവൻ പുറത്തേക്ക് വിൽക്കുവാൻ, കൊമേഴ്സിലൂടെ, വാട്സപ്പിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ മറ്റുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മക്കൾ പല സംഗതികൾ ഉണ്ടാക്കി. നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ചേച്ചിമാര്, കേക്ക് മുതൽ സംഗതി ഞാൻ പറയുന്നില്ല, ഫാഷൻ ഡിസൈനിങ്. ഇന്ന് ഈ സമയത്ത് 5-8 മാസങ്ങൾ കഴിഞ്ഞ 5-8 മാസങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ച വിപ്ലവാത്മകമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് മാറ്റം. അതാണ് ഞാൻ പറഞ്ഞ തലകുത്തനെ. ഇതുവരെ ഒന്ന് കൈക്കോട്ടിന്റെ തായൊന്ന് പിടിച്ചിട്ട് പരിചയമില്ലാത്ത വാപ്പ, കാരണം വെല്ലിപ്പ എല്ലാവരും ഇതുവരെ വിയർപ്പ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലാത്ത ചങ്ങായൊക്കെ വൈകുന്നേരം വരെ വിയർത്തിട്ട് പണിയെടുത്തിട്ട് അടിപൊളി ഗാർഡൻ ഉണ്ടാക്കി, അടിപൊളി പച്ചക്കറി തോട്ടമുണ്ടാക്കി. കൊറോണയുടെ വലിയ മാറ്റങ്ങളാണ്. അത് വല്ലാതെ വിശദീകരിക്കും. നമുക്കൊക്കെ അറിയാം. ഗൾഫേർ ഇപ്പം കുടുങ്ങിയെന്ന് പഠിച്ചോനെ ചെടിച്ചട്ടി വാങ്ങി, മറ്റ് വാങ്ങി, എല്ലാ വാട്സപ്പിലും നമ്മൾ വായിച്ച് കുറേ ചിരിച്ചതാണ്. ചെടിച്ചട്ടി, കേക്ക്, ആ കേക്കിന്റെ സംഗതി. ഞാൻ പറഞ്ഞു വരുന്നത്, അതൊക്കെ ഇവിടെ നടക്കുമ്പോൾ എൻ്റെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ആധുനിക ലോകം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ, ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് എടാങ്ങള സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് ഉണ്ടല്ലോ, ആ സ്മാർട്ട് ക്ലാസ്സിന്റെ വലിയൊരു ബോർഡിന്റെ അവിടെ ഒരു പ്രൊജക്ട് ഉണ്ടാവും. ക്ലാസ് എടുക്കലുണ്ടോ? ആ വഴി ക്ലാസ്സിൽ കിട്ടല്ലോ. ഇടയ്ക്ക് ചിലപ്പോൾ മാസത്തിൽ ഒരിക്കൽ ഞങ്ങളെ കൊണ്ടുപോയി കുറച്ച് വീഡിയോ ഒക്കെ കാണുമ്പോൾ കുറെ കുട്ടികൾ കിട്ടുന്നു, കുറെ കുട്ടികൾ ഇതാക്കും. ഇതായിരുന്നു നമ്മുടെ സ്കൂളുകളിലെ സ്മാർട്ട് ക്ലാസ് സംവിധാനം. ഇന്ന് എവിടെ എത്തി? കേരളത്തിലെ 5.5 ലക്ഷം വരുന്ന 10ാം ക്ലാസ്സിലെയും അത്രത്തോളം തന്നെ വരുന്ന +2ലെയും +1ലെയും ഒക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഇന്ന് ആരാണ്? എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് വിലക്കിയിരുന്ന നമ്മൾ തന്നെ മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് ഇന്ന് പഠിക്കടി എന്ന് പോയി ആക്രോശിക്കുന്ന ആ ദിവസം വന്നു. അങ്ങനെ ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി. ഞാൻ പറയുന്നത് ഇവിടെ നടന്ന മാറ്റത്തെ കുറിച്ചാണ്. ഈ മാറ്റത്തിനപ്പുറം എൻ്റെ രക്ഷിതാക്കളും എൻ്റെ കുട്ടികളും അറിയേണ്ടത്, നിങ്ങൾ പഠിച്ചതിന് വലുതായി നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കരിയറിലേക്ക്, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് ആർക്കിടെക്ട് ആവണം, എനിക്ക് ഫാഷൻ ഡിസൈനർ ആവണം, എനിക്ക് ഓഷ്യനോഗ്രാഫർ ആവണം, എനിക്ക് സ്പേസ് എഞ്ചിനീയർ ആവണം, IAS ഓഫീസർ ആവണം, IPS ഓഫീസർ ആവണം, അങ്ങനെ സ്വന്തം അങ്ങ് തുടങ്ങി എനിക്ക് എന്റെ സ്വന്തം കമ്പനി ഉണ്ടാക്കണം. ലുലു യൂസുഫലിയെ പോലെ, ആസാദ് കൽപ്പനെ പോലെ എനിക്കും സ്വന്തമായി കമ്പനി ഉണ്ടാക്കണം. അതെല്ലാം എനിക്ക് എന്റെ നാടിന്റെ മന്ത്രിയാകണം, എന്റെ കോട്ടക്കലിന്റെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആവണം, ചെയർമാൻ ആകണം, എന്റെ വാർഡിന്റെ പ്രതിനിധിയാവണം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം, ലോകത്തെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ അംബാസഡറായി എനിക്ക് മാറണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്റെ മനസ്സിലുണ്ടെങ്കിൽ, എന്റെ മുമ്പിലുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എന്റെ മക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2020 അല്ല, 2030-32 ഈ ലോകം എവിടെ എത്തുമെന്ന് എന്റെ കുട്ടികൾ അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാർച്ച് മാസം മുമ്പുണ്ടായിരുന്ന ഒരുപാട് ജോലികൾ ഇന്നില്ല. ഗൾഫിലെ ആളുകൾ തിരിച്ചു എന്ന് നമുക്കറിയാം. ദൈവാനുഗ്രഹത്താൽ ഖത്തർ അതുപോലെ മറ്റ് രാജ്യങ്ങളൊക്കെ വീണ്ടും ഒരുപാട് അവസരങ്ങളുമായി ആ രാജ്യത്ത് വീണ്ടും റിക്രൂട്ട്മെന്റ് തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു.
80 ലക്ഷത്തോളം ആളുകൾക്ക് ഇന്ത്യയിൽ മാത്രം ജോലി നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലെ അന്യസംസ്ഥാന ഗസ്റ്റ്, പിന്നെ അവരെ നമ്മുടെ അതിഥി തൊഴിലാളികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഡോക്ടേഴ്സ് അടക്കം, എഞ്ചിനീയേഴ്സ് അടക്കം, ഉന്നത കമ്പനിയിലെ മാനേജർമാരായി ജോലി ചെയ്യുന്നവരടക്കം 80 ലക്ഷത്തോളം ആളുകൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ ജോലി നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സാക്ഷാൽ അമേരിക്കയിൽ കോടിക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വായിച്ചതാണ്. ഇത് പറയുമ്പോഴാണ് എന്റെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, കോവിഡിന് ശേഷം വരുന്ന ലോകം എന്ന് പറയുന്നത് നമ്മൾ മാർച്ച് മാസം മുമ്പ് വരെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരുപാട് ജോലികൾ നാമാവശേഷമായി എന്ന് നമ്മൾ അറിയണം. ഒരുപാട് ജോലികൾ ഇനി ഇല്ല. കോവിഡിന് വേണ്ടി ടാറ്റയും റിലയൻസും തിരുവനന്തപുരത്തും കണ്ണൂരും ഒക്കെ തുടങ്ങിയ, കാസർഗോഡും ഒക്കെ തുടങ്ങിയ ഹോസ്പിറ്റൽസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെ നഴ്സസിന് പകരം അവിടെ ജോലി ചെയ്യുന്നത് റോബോട്ടിക് നഴ്സസ് ആണ്. ഡോക്ടേഴ്സിന് പകരം ഒരു ഹോസ്പിറ്റലിൽ 10 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 2 ഡോക്ടറാണ്. ഒരു ഹോസ്പിറ്റലിൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 100 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇനി വരാൻ പോകുന്നത് 10ഉം 20ഉം ഡോക്ടറാണ്. 100 നഴ്സുമാരുണ്ടായിരുന്നിടത്ത് 20-30 നഴ്സുമാരാണ് ഉണ്ടാകാൻ പോകുന്നത്. ആരാണ് ഇനി ലോകം നിയന്ത്രിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആരാണ് ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മറുപടി കിട്ടും. ആരാണ് ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത്? എന്താണ് ലോകം നിയന്ത്രിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആത്മധൈര്യത്തോടെ പുറത്തിറങ്ങാൻ തുടങ്ങിയ കാലം ഇപ്പോ 2-3 ആഴ്ചകൾക്ക് മുമ്പ് വരെ എന്താ സംഭവിച്ചത്? ഇവിടെ ബാങ്ക് നമ്മൾ പോയിരുന്നോ? നേരത്തെ എത്ര മണിക്കൂറാണ് നമ്മൾ SBI കാത്തുനിന്നിരുന്നത്? ഇവിടെ നമ്മളെ കോട്ടക്കത്തെ SBI പോവാൻ പറഞ്ഞാൽ ഒരു ദിവസം പോയി എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. SBI എത്ര തവണ, എത്ര മണിക്കൂറുകൾ നമ്മളെ കണ്ടിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൽ പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാങ്കിൽ നമ്മൾ പോയില്ല, പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പോയില്ല, മാർക്കറ്റിൽ പോയില്ല, ടെക്സ്റ്റൈലിൽ പോയില്ല, മീൻ വാങ്ങാൻ, ഉണക്കൽ വാങ്ങാൻ വരെ നമ്മൾ പോയില്ല എന്നുള്ളതാണ്. സാക്ഷാൽ മൂസ പാത്തുംകുടി 3 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് തുടങ്ങിയത് എന്താണെന്ന് പറയുന്നത്? അടിപൊളി ഫസ്റ്റ് ക്ലാസ് ഹൈ റേറ്റിംഗ് ഉള്ള ഒരു അടിപൊളി പിന്നെ മീനിന്റെ കച്ചവടമാണ്. മീനിന്റെ ഷോറൂം ഒക്കെ വേണമെങ്കിൽ പറയാം, ഫിഷ് ഷോറൂം. അടിപൊളി എയർ കണ്ടീഷൻ സംവിധാനത്തോടെ പാത്തും മൂപ്പരും കൂടി തുടങ്ങിയ മൂപ്പർ അതേ സ്റ്റൈലിൽ തന്നെ എല്ലാ ചാനലിലും അതിന്റെ പരസ്യം കൊടുത്തു. എന്താ സംഗതി? എന്നിട്ടും പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരും. എന്താണെന്ന് ഞങ്ങളെ വെബ്സൈറ്റിൽ പോയി ഞങ്ങളെ ആപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സാധനം എടുക്കും. ഇത് MIT മൂസ തുടങ്ങുന്നതിന് 6 മാസം മുമ്പ് കൊറോണ തുടങ്ങിയ 2 ആഴ്ചക്കുള്ളിൽ നേരത്തെ പറഞ്ഞ IIT-യിൽ നിന്നും IIM-ൽ നിന്നും പാസ്സായ 5-6 ചെറുപ്പക്കാര് കോഴിക്കോട് നഗരത്തിൽ തുടങ്ങി. എന്തെന്നറിയോ? ഫ്രഷ് ഫിഷ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന, IIT-യിൽ നിന്നും IIM-ൽ നിന്നും പാസ്സായി ഇറങ്ങിയ പിന്നെ ചെറുപ്പക്കാര്, എഞ്ചിനീയേഴ്സും ഭാവി മാനേജേഴ്സും ഒക്കെ തുടങ്ങിയത്. IIT IIM എന്ന് പറയുമ്പോൾ എന്റെ കുട്ടികളോട് ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിതത്തിൽ സ്വർഗം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും. ഇന്ത്യയിലെ സ്വർഗം എന്ന് പറയാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ നേരത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പറഞ്ഞു, അതുപോലെ ജിപ്പർ പറഞ്ഞു, ഐസർ പറഞ്ഞു, നമ്മുടെ തിരുവനന്തപുരത്തുള്ള IISc അടക്കമുള്ള സ്ഥാപനങ്ങൾ. IIT-യിലും IIM-യിലൊക്കെ എത്തിയാൽ എന്റെ കുട്ടികൾ, പ്രിയപ്പെട്ട എന്റെ കുട്ടികൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നേരത്തെ നിവേദനം പോലെ അങ്ങനെ ഒരുപാട് ആശയങ്ങളും ഒരുപാട് കഴിവുകളുമുള്ള എന്റെ മക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ തന്നെ I want to be an IITian, I want to be a member of IIM എന്ന് മനസ്സിൽ കോറിയിടുവാൻ എന്റെ കുട്ടികൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ പറയുന്നു, അവിടെയൊക്കെ നിങ്ങൾ എത്തിയാൽ നിങ്ങളുടെ മിനിമം ശമ്പളം ഏത് കമ്പനി നിങ്ങൾ സെലക്ട് ചെയ്താലും മിനിമം നിങ്ങളെ കൊണ്ടുപോകുന്ന ശമ്പളം 5 മുതൽ 10 ലക്ഷം രൂപ മാസത്തിലായിരിക്കും. 5 മുതൽ 10 ലക്ഷം രൂപയാണ് IIT-യിലും IIM-ലും വരുന്ന. അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ കമ്പനി, അവിടെ വരുന്ന കമ്പനി ഓഫർ ചെയ്യുന്ന ശമ്പളം. ഞാൻ എന്തിനാണിത് പറയുന്നത്? ആ IIT-യിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ കോഴിക്കോട് തുടങ്ങിയത് മത്സ്യക്കച്ചവടമാണ്. എന്തിനാണ് ഞാൻ പറഞ്ഞത്? കൊറോണയുടെ മുമ്പ് വരെ നമ്മൾ പോയി ക്യൂ നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ
നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലാണ്. ഈ സാങ്കേതിക വിദ്യയാണ്, ഈ ടെക്നോളജിയാണ് ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ പിന്നെ ബോറിസ് ജോൺസൺ, UK-യുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ICU-വിൽ കിടക്കുന്ന സമയത്താണ് ഒരു ദിവസം മന്ത്രിസഭായോഗം നടന്നത്. കോവിഡ് സ്ഥിരീകരിച്ചുകൊണ്ട് ICU-വിൽ കിടന്നാണ് മന്ത്രിസഭായോഗം നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് ആ യോഗം നിയന്ത്രിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം മുഴുവൻ ഇന്ന് കൺട്രോൾ ചെയ്യുന്നത് ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയാണ് ഇനി നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ, അവർ എഞ്ചിനീയറായി പുറത്തിറങ്ങുമ്പോ, അവർ ഡോക്ടറായി പുറത്തിറങ്ങുമ്പോ, അവർ ആർക്കിടെക്ചർ ഫാഷൻ ഡിസൈനറുമായി പുറത്തിറങ്ങുമ്പോ, അവർ ജേർണലിസ്റ്റായി പുറത്തിറങ്ങുമ്പോ, അവർ എന്റെ വാർഡിന്റെ മെമ്പറായി പുറത്തിറങ്ങുമ്പോ, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി ജയിച്ചു വരുമ്പോ, അവർ 2030-ലോ 35-ലോ അങ്ങനെയുള്ള ഒരു ഭാഗതയെ നിർവഹിക്കുവാനാണ് എന്റെ മക്കൾ, എന്റെ മുമ്പിലിരിക്കുന്ന മക്കൾ, നിങ്ങൾ നിയോഗിക്കപ്പെടുന്നതെങ്കിൽ ആ ലോകം നിയന്ത്രിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അന്ന് നിയന്ത്രിക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ഒക്കെയാണ്. എന്താണ് ഓഗ്മെന്റഡ് റിയാലിറ്റി? 2 ആഴ്ചകൾക്ക് മുമ്പ് ചെന്നൈ IIT-യിൽ ഒരു കോൺവൊക്കേഷൻ നടന്നു. IIT-യിൽ കോൺവൊക്കേഷൻ നടന്നു. എന്താണ് ആ കോൺവൊക്കേഷൻ, എങ്ങനെ നടന്നതെന്നറിയോ? ഇതുപോലെ മെഡൽ കൊടുക്കാൻ, അവാർഡ് കൊടുക്കാൻ അവിടെ ഉത്തരവാദപ്പെട്ട ചാൻസലർ, വൈസ് ചാൻസലർ ഒരാൾ, അദ്ദേഹം സംസാരത്തിനിടയിൽ പറയുന്നു, "Today we are missing many students for this convocation." ഈ കോൺവൊക്കേഷനിൽ നിന്ന് ഒരുപാട് കുട്ടികളെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിൽ ചില കുട്ടികൾ നമ്മുടെ മുൻപിൽ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഖത്തറിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ ചില കുട്ടികൾ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കുട്ടിയുടെ പേര് വിളിച്ചു. എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ കേൾക്കണം. പേര് വിളിച്ചു, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. പേര് വിളിച്ചു, നേരെ മുമ്പിലതാ ഖത്തറിലുള്ള കുട്ടി പ്രത്യക്ഷപ്പെട്ടു. പേര് വിളിച്ചു, അവൻ പ്രത്യക്ഷപ്പെട്ടു, സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടാൻ. എനിക്കപ്പം തോന്നിയത്, ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പ്രീഡിയൊക്കെ പഠിക്കുമ്പോൾ മഹാഭാരതം, രാമായണമൊക്കെ TV-യിൽ അന്ന് ചെറുപ്പത്തിൽ കണ്ടത്. അന്ന് ആകാശത്ത് അങ്ങനെ ഓരോ ദൈവങ്ങളും ഇങ്ങനെ അമ്പ് ചെയ്യുമ്പോ അന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അന്ന് കണ്ടതാണ് ഇപ്പോ ഇവിടെ കണ്ടത്. എന്നിട്ടോ തീർന്നില്ല പരിപാടി. ഇദ്ദേഹം പേര് വിളിച്ചു, ഇദ്ദേഹം മെഡലുമായി നടന്നുപോയി. ഈ കുട്ടിക്ക് ഈ IIT-യിൽ നിന്നും ബിരുദം വാങ്ങാനെത്തിയ ആ കുട്ടിക്ക് മെഡൽ സമ്മാനിക്കുകയാണ്. ആ കുട്ടി തല താഴ്ത്തി കൊടുത്തു, ഇദ്ദേഹം കഴുത്തിലെ വിട്ടു കൊടുത്തു. എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു, സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ പറഞ്ഞു. എവിടെയുള്ള കുട്ടിയാണ്? സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഖത്തറിലെ ഫ്ലാറ്റിലുള്ള കുട്ടിയാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തിൽ സ്വന്തം കോളേജിന്റെ കോൺവൊക്കേഷനിൽ അവിടെ ടെക്നോളജിക്കലി പങ്കെടുക്കുന്നത് എന്റെ കുട്ടികൾ അറിയണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ടവർ അറിയണം. അവിടെയാണ് ലോകം നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി കോവിഡ് കഴിഞ്ഞാലും നമ്മുടെ ക്ലാസ്സും നമ്മുടെ കോളേജും ഒക്കെ ഇങ്ങനെ തന്നെ എന്നാണ് ലോകത്തെ എക്സ്പെർട്സ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലാസ് ഇനി ഉണ്ടാവില്ല. ക്ലാസ് ഉണ്ടായാലും കോളേജിൽ ക്ലാസ് ഉണ്ടായാലും +2-നും 10ാം ക്ലാസ്സിൽ ഉണ്ടായാലും അടുത്ത വർഷം ക്ലാസ് തുടങ്ങിയാലും പകുതി ക്ലാസ് ക്ലാസ് റൂമിൽ, ബാക്കി ക്ലാസ് നമ്മുടെ മക്കൾ ഓൺലൈനിൽ തന്നെ പഠിക്കണം. കാരണം ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ഇനി കാലം മുന്നോട്ട് പോകുന്നത്. ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായി പഠിക്കണം, നമ്മുടെ നേരത്തെ പരമ്പരാഗത ശൈലിയിൽ നമ്മളൊക്കെ പഠിച്ച രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത്, എൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. എൻ്റെ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, ആഗോള അടിസ്ഥാനത്തിൽ കാലം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോവിഡിനെ പോലെയുള്ള ഒരുപാട് മഹാമാരികളുടെ മുന്നിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, കാലത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ എൻ്റെ കുട്ടികൾക്ക് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും അതിനനുസരിച്ചുള്ള ഇൻസ്പിറേഷനും മോട്ടിവേഷനും പശ്ചാത്തല സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഒരുക്കണം. ഈ 5ാം വാർഡിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന റാഷിദിനോട് എനിക്ക് ഒരു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു സീരിയസ് സിറ്റിസൺ എന്ന നിലക്ക് എനിക്ക്
പിന്നെ അഡ്വൈസ് ചെയ്യാറില്ല. എനിക്ക് ഇവിടെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇതാണ്. ഈ ഒരു നാടിന്റെ ഏറ്റവും വലിയ അമൂല്യ സമ്പത്ത് എന്ന് പറയുന്നത് ആ നാട്ടിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളുമാണ്. ആ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അവർക്ക് എന്തൊക്കെയാണ് ആഗ്രഹം, അവർക്ക് എന്താണ് വേണ്ടത്, അത് കൊടുക്കുവാൻ പ്രാപ്തമായ രൂപത്തിൽ നീ റാഷിദിന്റെ മാക്സിമം ഈ 5 years ചെലവഴിച്ചാൽ ഇൻഷാ അല്ലാഹ് ദൈവം അനുഗ്രഹിച്ചാൽ നമ്മുടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ മുനിസിപ്പാലിറ്റിയായി ഇന്ന് നമുക്ക് 5 വർഷത്തിനുള്ളിൽ മാറ്റാൻ പറ്റും. ഇന്ന് കാലം എവിടേക്ക് നിൽക്കുന്നു? ഒരു ഭാഗത്ത് ടെക്നോളജി ഇങ്ങനെ മുകളിലോട്ട് നമ്മെ കൊണ്ടുപോയിരിക്കാം. ആധുനിക ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ മക്കളൊക്കെ ഇനി ഒരു പക്ഷേ ഹണിമൂണ് പോവുക, കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോവുക. എന്റെ വിസ എന്റെ ടിക്കറ്റ് വന്നിട്ട് സ്പേസ് ഷട്ടിൽ നാളെ പോകണ്ടോ, എന്റെ പെണ്ണുങ്ങളായിട്ട് പോകണത് മൂണിക്കാണ് പോണത്, ഞാൻ ചന്ദ്രനിലേക്കാണ് ഹണിമൂണ് പോകുന്നത് എന്ന് പറയും നമ്മുടെ മക്കൾ. ചൊവ്വയിലാണ് ഞാൻ കൃഷി ചെയ്യാൻ പോകുന്നത്, ഞാൻ ചൊവ്വയിൽ 2 ഏക്കർ പാട്ടത്തിനെടുത്തിരുന്നെന്ന് ആരെങ്കിലും പറഞ്ഞ ആരും പൊട്ടനാന്ന് പറയണ്ട. നോ, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മളൊക്കെ ഇവിടെ എക്സ്കർഷൻ ഒക്കെ ഇനി പോവുക ചൊവ്വയിലേക്ക്, മൂണിലേക്ക്. അതുപോലെ സ്പേസ് സ്റ്റേഷനിലൊക്കെയാണ് ആമസോണിന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റ്. എന്റെ രക്ഷിതാക്കൾ അറിയണം, എന്റെ കുട്ടികൾ അറിയണം. ആമസോൺ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇന്ന് ഭൂമിയിൽ ലഭ്യമായ മുഴുവൻ സംവിധാനങ്ങൾ, ഇന്ന് ഭൂമിയിൽ ഷോപ്പിംഗ് മാൾസ്, ഓക്സിജൻ സെന്റേഴ്സ്, ഇതൊക്കെ നമ്മള് ബോബി ചെമ്മണ്ണൂർ വരെ ഓക്സിജൻ സെന്റേഴ്സ്. എന്താ ഓക്സിജൻ സെന്റേഴ്സ്? പുതിയ ഏറ്റവും പുതിയ ഒരു ഇന്നോവേഷനായി ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചത് എന്താണ്? ഓക്സിജൻ കൂടുതൽ കൊടുത്താൽ മനുഷ്യന്റെ ആയുസ് കൂട്ടാൻ പറ്റും എന്ന് ഏതൊക്കെ ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചു എന്നാണ്. 500 കൊല്ലം വരെ മനുഷ്യന്റെ ആയുസ് കൂട്ടാൻ പറ്റുന്നൊക്കെ പുതിയ കണ്ടെത്തലുകൾ വന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത്. ഞാൻ പറയുന്നത് ഭൂമിയിൽ എന്തൊക്കെ സംവിധാനം ഇപ്പോൾ നിലവിലുണ്ടോ ഇതിനേക്കാൾ ഒരുപാട് സൗകര്യങ്ങളുള്ള സംവിധാനങ്ങൾ എവിടെ ബഹിരാകാശത്തിൽ സെറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോ ആമസോണിന്റെ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഇപ്പുറത്തോ അവിടെയാണ് എന്റെ വാക്കുകൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ നമ്മളിവിടെയുണ്ട്. മൊബൈൽ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, ടെക്നോളജി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എല്ലാ സംവിധാനമുണ്ട്. മനുഷ്യനെ ഇങ്ങനെ മുകളിലോട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴോ പുറത്തോ അവിടെയാണ് എന്റെ രക്ഷിതാക്കൾ. ഇപ്പോഴത്തെ അവസ്ഥ എന്റെ കുട്ടികൾ, പ്രത്യേകിച്ച് എന്റെ മക്കൾ അറിയണം. ആമസോണെന്ന്, ഫ്ലിപ്കാർട്ടിന്ന്, മിൻട്രേന്ന്, ഇവിടെ നമ്മുടെ പെട്ടി വരാന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ബോക്സ് വരാന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളെ വീട്ടിലൊക്കെ സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ സ്മാർട്ട് വാച്ച് വരെ, അണ്ടർവെയർ വരെ, ബിരിയാണി വരെ, സ്വിഗ്ഗി, മറ്റത് സൊമാറ്റോ, കോഴിക്കോട്, തൃശ്ശൂരൊക്കെ ഓരോ പെട്ടിയായിട്ട് ഫ്ലാറ്റിന്റെ ഇതിന്റെ ഒക്കെ മുന്നിൽ വരാം. ഇതിനിടയിൽ എന്റെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം, ഭൂമുഖത്ത് മനുഷ്യൻ ഒരു വശത്ത് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോ മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും കടമെടുത്തുകൊണ്ട് അത് മാത്രം ലക്ഷ്യമാക്കി അവനെ എനിക്ക് കിട്ടണം, അവളെ എനിക്ക് കിട്ടണമെന്ന ദുരാഗ്രഹത്താൽ ഒരുപാട് ക്രിമിനൽ മൈൻഡ്സ് മാത്രം കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും, നമ്മുടെ നാട്ടിലും, നമ്മുടെ ജില്ലയിലും, നമ്മുടെ സംസ്ഥാനത്തും, നമ്മുടെ രാജ്യത്തും ആഗോള അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടായി ഒരുപാട് കൗൺസിലേഴ്സ്, പുതിയ അമേരിക്കയിലും UK-യിലും ഒക്കെയുള്ള നമ്മുടെ ഡോക്ടേഴ്സൊക്കെ, കൗൺസിലേഴ്സൊക്കെ ഞങ്ങളൊരു മീറ്റിംഗിൽ ഇപ്പൊ പറഞ്ഞത്, ഇപ്പോൾ ഓൺലൈനായി വരുന്ന ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനായി ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന അത് ഡെലിവറി ബോയ്സ് കൊണ്ടുതരാന്ന് പറഞ്ഞതിന്റെ ആ പേരിൽ ഇന്ന് റാക്കറ്റുകൾ, എന്ത് റാക്കറ്റുകൾ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വലിയ ഏറ്റവും അപകടകാരികളായ ഡ്രഗ്സിന്റെ റാക്കറ്റുകൾ ഇന്ന് നമ്മുടെ കുട്ടികളെ വലവീശിക്കൊണ്ടിരിക്കുന്നു. 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 8ലെയും 9ലെയും 10ലെയും കുട്ടികൾ വരെ, പെൺകുട്ടികൾ ആൺകുട്ടികൾ വ്യത്യാസമില്ലാതെ ഇന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മലപ്പുറം ജില്ലയിലില്ല എന്ന് ആരും ധരിക്കരുത്. സാക്ഷാൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വരെ, നമ്മുടെ ഈ ഭാഗത്ത് വരെ മയക്കുമരുന്നിന്റെ ഒരുപാട് കലാഹസ്യങ്ങൾ നമ്മുടെ മക്കളെ ലക്ഷ്യമാക്കി സ്കൂളുകൾ വരെ, കോളേജുകൾ പോകട്ടെ. കോളേജുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോളേജിൽ ധൈര്യത്തിൽ
ഒരു ധൈര്യത്തിൽ നമ്മുടെ മക്കളെ വിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു രക്ഷിതാക്കൾ അറിയണം. വളരെ കൃത്യമായി ആധികാരികമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ കോളേജിൽ പോകുന്ന മക്കളെ തീർച്ചയായും രണ്ട് കണ്ണുകളോടെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് കാതുകളും കണ്ണുകളുമായി ശ്രദ്ധിക്കേണ്ടി വരുന്ന വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ 7ലും 8ലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മദ്യവും മയക്കുമരുന്ന് എന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ, വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ ഇന്ന് കൊണ്ടുപോകാൻ റാക്കറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്യുന്നത് എന്താണ്? ഞാൻ പറയുന്നു, ഈ ഗിഫ്റ്റ് ബോക്സ് കൊടുത്തിട്ട് ഗിഫ്റ്റ് ബോക്സ് എന്ന രൂപത്തിൽ അത് നന്നായി പാക്ക് ചെയ്ത് നമ്മുടെ മക്കളെ മൊബൈൽ ഫോണിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, വാട്സപ്പിലൂടെ നമ്മുടെ മക്കളെ അതിൽ കണ്ണു ചേർത്തിട്ട് അവർ പാഴ്സൽ എന്ന് പറയുന്ന രൂപത്തിൽ, ഫ്രണ്ട് അയച്ച ഗിഫ്റ്റ് എന്ന് പറയുന്ന രൂപത്തിൽ അമ്മമാർ മാത്രമുള്ള വീടുകളിലേക്ക് അയക്കുന്ന റാക്കറ്റുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു എന്ന് രക്ഷിതാക്കൾ അറിയണം. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന, ഇന്റർനെറ്റ് കൊടുക്കുന്ന, വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കുന്ന രക്ഷിതാക്കൾ വളരെ വളരെ സീരിയസ് ആയ ഒരു കാര്യം കൂടെ ഈ അവസരത്തിൽ എനിക്ക് പറയാനുണ്ട്. ഓൺലൈൻ ക്ലാസ് 2 മണിക്കൂർ 3 മണിക്കൂർ എന്ന് നിഷ്കർഷിക്കാൻ കാരണം ഗവൺമെന്റ് അതോറിറ്റികളും നമ്മുടെ സംവിധാനങ്ങളും അധ്യാപകരടക്കമുള്ള സ്കൂൾ അതോറിറ്റികളും പിന്നെ ടീച്ചേഴ്സും ഒക്കെ 2 മണിക്കൂർ 3 മണിക്കൂർ കൃത്യമായി നിഷ്കർഷിക്കാൻ കാരണം ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ്. എത്രയാണോ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്, ആ ഓൺലൈൻ ക്ലാസ്സിന് മാത്രം മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുക, ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക, ബാക്കി സംവിധാനം 1-2 മണിക്കൂർ അവർക്ക് പഠിക്കുവാനും നോട്ട്സ് എഴുതുവാനും അതും കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുക. അല്ലാതെ മുഴുവൻ സമയവും കഴിഞ്ഞ ആഴ്ച ഒരു പാരന്റ്സ് മീറ്റിംഗ് നടത്തിയപ്പോ ഒരു പാരന്റ് നിന്ന് ചോദിക്കാണ്, +2ന്റെ പാരന്റ്, സാറേ നിങ്ങളുടെ ക്ലാസ് രാത്രി 7 മണിക്കാണ് തുടങ്ങുക, 10 മണി വരെ ക്ലാസ് എന്ന് ചോദിക്കുക. ആരോട്? നമ്മളോട് ചോദിക്കുക, സ്കൂളിൽ ചോദിക്കാം. നമ്മൾ ചോദിച്ചു രാത്രി 7 മണിക്ക് അല്ല മോനെ ഇന്ന് 7 മണിക്കാണ് ക്ലാസ് എന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടോ? This is happening by the parents. ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാത്ത മിക്ക വീടുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതാരും നെഗറ്റീവായി എടുക്കണം, ഇത് പോസിറ്റീവായി എടുത്തുകൊണ്ട് എന്റെ മക്കൾ കൃത്യമായി നന്നായി പഠിക്കുന്ന കുട്ടികൾ എന്റെ മുമ്പിലുണ്ട്. പക്ഷേ കൃത്യമായി ഉമ്മാടും അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കണം, അമ്മേ എനിക്കിന്ന് ക്ലാസ് ഇത്ര സമയമാണ്, എനിക്ക് നോട്ട്സ് എഴുതാനുണ്ട്, അതിനുശേഷം 1/2 മണിക്കൂർ ചാറ്റ് ചെയ്യട്ടെ, 1/2 മണിക്കൂർ ഗെയിം കളിച്ചു. മുഴു സമയവും മൊബൈൽ ഫോൺ മക്കളുടെ അടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതീവ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് എന്റെ രക്ഷിതാക്കളുടെ മക്കളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പോസ്റ്റ് കോവിഡ് എറയിൽ ഏറ്റവും അധികം ഇനി ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് ഡിപ്രഷനിലാണ്ട് പോയ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനാണ് എന്നാണ് പുതിയ സംവിധാനങ്ങൾ പിന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏറ്റവും അധികം ഡിപ്രഷനിലാണ്ട് പോയ, സംസാരിക്കാതെയായ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ട കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ ഇവിടെ കൗൺസിലേഴ്സ് വേണ്ടി വരുമെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അശ്ലീല സൈറ്റുകളുടെ ഒരുപാട് അടിമത്തത്തിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കാൻ ദയവ് ചെയ്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് കൂടെ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വാർഡിൽ കാലത്തിന്റെ പൾസ് മനസ്സിലാക്കി, മക്കളുടെ കഴിവ് മനസ്സിലാക്കി, ഇന്റർനാഷണലി നമ്മുടെ മക്കൾക്ക് ഗൂഗിൾ സയൻസ് കോൺഫറൻസ് ഉണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, സാക്ഷാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹാർവാർഡിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. കേംബ്രിഡ്ജിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുന്ന കോഴ്സുകൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്. എത്ര രക്ഷിതാക്കൾക്ക് അറിയാം, എന്റെ മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ, എന്റെ മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ, അവൻ കേംബ്രിഡ്ജ് സർട്ടിഫൈഡ് ആണ്, ഹാർവാർഡിൽ നിന്നും അവൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത പാരന്റ് ആരാണുള്ളത്? നമ്മൾ അതൊക്കെ പണക്കാർക്കും വികസിത രാജ്യങ്ങളിലെ കുട്ടികൾക്കും ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികൾക്കും മാത്രമായി ലഭിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, കോട്ടക്കൽ നമ്മുടെ 5ാം വാർഡിലെ മക്കൾക്ക് അത് പ്രാപ്യമാക്കുവാൻ രാഷ്ട്രം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. ഇത്തരം മേഖലകളിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പിഞ്ചു മക്കൾ മുതൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വരെ, വിദ്യാർത്ഥിനികൾ വരെ, ഇവരൊക്കെ
കൃത്യമായി അവരുടെ കാര്യം, അവരുടെ താല്പര്യം, അവരുടെ ആഗ്രഹം, അവരുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും മനസ്സിലാക്കി. ഏതാ എന്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടി, അവൻ നന്നായി ആളുകളോട് പെരുമാറാൻ അറിയുന്നവനാണ്. വീട്ടുകാരെ, കുടുംബക്കാര് വരുമ്പോ അടിപൊളിയായി സംസാരിക്കാൻ അറിയുന്നവനാണ്. അവരെ ആതിഥേയത്വം നൽകി സ്വീകരിക്കുവാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കുവാനൊക്കെ എന്റെ മോൻ ഒരുപാട് താല്പര്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ മോൻ സോഷ്യൽ വർക്കിൽ, ഭാവിയിൽ സർവീസ് സെക്ടറിൽ വളരെ വലിയ ഒരു സ്ഥാനത്തെത്താൻ സാധ്യതയുള്ളവനാണ് എന്ന് ഓരോ സംഗതിയും നമ്മുടെ മക്കളെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം സംഗതികളിലൂടെ നമ്മുടെ മക്കളെ ചാനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഭാവിയിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രയാണത്തിൽ ചുക്കാൻ പിടിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റാം. ഇത് പറയുമ്പോൾ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, ഇനി ഹോം സ്കൂളിംഗിലേക്ക് നമ്മുടെ നാട് വരാൻ പോവുകയാണ്. ക്ലാസ് തുടങ്ങിയാലും ഇല്ലെങ്കിലും വീട്ടമ്മമാര്, അധ്യാപകന്മാര് ആരാണ്? അധ്യാപകന്മാരാകുന്നു. അച്ഛനും അമ്മയും അധ്യാപകരുമായി മാറി ഇനി ഇവിടെ ഹോം സ്കൂൾ, വീട്ടിൽ ഇരുന്നു കൊണ്ട് കുട്ടികളെ പഠിക്കുന്ന സംവിധാനം, കുട്ടികളെ പഠിപ്പിക്കുന്ന സംവിധാനം അമേരിക്കയിലും UK-യിലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ സംവിധാനം നമ്മുടെ നാട്ടിൽ തുടങ്ങിയിരിക്കുന്നു എന്നതിന് രക്ഷിതാക്കൾ അറിയണം. ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത്? അവിടെ നിന്നുള്ള ഓരോ പോയിന്റ്സ് ഞാൻ പറയുന്നത്, റാഷിദ് നയിക്കുന്ന ഈ വാർഡിൽ ഇത്തരം സംഗതികൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് എന്ന് പറയാനാണ്. ഈ വാർഡിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഓരോ വീട്ടിലും ഡിഗ്രിയും PGയും കഴിഞ്ഞ ഒരുപാട് ചെറുപ്പക്കാരികളുണ്ട്, ഒരുപാട് ഭാര്യമാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അവരൊക്കെ ജോലി ചെയ്യാൻ കഴിയാതെ, ജോലിക്ക് പോകാൻ കഴിയാതെ ഇരിക്കുന്ന ഈ സമയത്ത് അവർക്ക് കൂടിയുള്ള സംവിധാനമാണ് ഹോം സ്കൂളിംഗ് എന്ന് പറയുന്ന സംവിധാനം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് അതിന്റെ ഒരു ടോട്ടൽ സംഗതി നമ്മുടെ നാട്ടിൽ വരാൻ പോവുകയാണ്. ഇന്ത്യയിലും കേരളത്തിലും മലപ്പുറം ജില്ലയിലും ഈ അവസ്ഥ, ഈ സംവിധാനം വരാൻ പോകുന്നു. എങ്ങനെ? LKG-യിൽ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കണ്ട, UKG-യിൽ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കണ്ട, 1-ാം ക്ലാസ്സിൽ പറഞ്ഞേക്കണ്ട, 2-ാം ക്ലാസ്സിൽ പറഞ്ഞേക്കണ്ട, വേണമെങ്കിൽ 3-ലോ 4-ലോ കുട്ടികളെ പറഞ്ഞാൽ മതി. അതുവരെ അവർക്ക് പഠിക്കേണ്ട സംവിധാനം മുഴുവൻ വീട്ടിൽ നിന്ന് പഠിക്കാം. വീട്ടിൽ നിന്ന് പഠിച്ചാൽ എങ്ങനെയാ കുട്ടികൾക്ക് സോഷ്യൽ സ്കില്ല്, ഇടപഴകുള്ള സ്കില്ല്, ഇന്ററാക്റ്റീവ് സ്കില്ല് എങ്ങനെയാന്ന് കിട്ടുകയെന്ന് ചോദിക്കും. അതിന് പകരം ആ ക്ലസ്റ്ററിൽ, ഈ വാർഡിൽ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി നമ്മുടെ അംഗൻവാടി ഒക്കെ ഇന്റർനാഷണൽ ലെവലിലാക്കി മാറ്റാനുള്ള സംവിധാനം കൂടെ ഈ ഹോം സ്കൂളിംഗ് സംവിധാനത്തിൽ വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കാലത്തിന്റെ പൾസ് മനസ്സിലാക്കി എന്റെ മക്കൾ, എന്റെ രക്ഷിതാക്കൾ ഇനി മുന്നോട്ട് പോകണം. അതുവരെ നാമൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അതുപോലെ നാം എങ്ങനെയാ പഠിച്ചിരുന്നത്, അതുപോലെ എന്റെ മക്കളും പഠിപ്പിക്കാം, എന്റെ മക്കൾക്കും പഠിക്കാമെന്ന് ധരിച്ചു വശായിട്ടുണ്ടെങ്കിൽ എന്റെ പ്രായമുള്ള രക്ഷിതാക്കളോട്, എന്റെ ടീനേജ് രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, യങ്സ്റ്റേഴ്സായ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് അത് തെറ്റാണ്. മറിച്ച് കാലത്തിന്റെ ഗതി മനസ്സിലാക്കി, പൾസ് മനസ്സിലാക്കി എന്റെ കുട്ടികൾ, എന്റെ രക്ഷിതാക്കൾ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പടച്ചതമ്പുരാന്റെ, ഈശ്വരന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പിന്നെ സന്താനങ്ങൾ, നമ്മുടെ സമ്പാദ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സന്താനങ്ങളെ പ്ലാൻ ചെയ്തുകൊണ്ട്, കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ വളർത്തിയാൽ, നമ്മൾ കൃത്യമായി അവരെ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ മാറും. അവർ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു അച്ഛന്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. +1-ന് പഠിക്കുന്ന ഒരു കുട്ടി, അവന്റെ അച്ഛൻ തൊഴിലാളിയാണ്. അവന്റെ അമ്മ അടുത്തുള്ള വീടുകളിൽ, ഇതുപോലെ അറിയുന്ന വീടുകളിൽ പോയി ഭക്ഷണം പാകം ചെയ്ത് അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കുന്ന 3 മക്കളാണ്. മൂത്ത മോന് +1-ന് പഠിക്കുകയാണ്. ഒരു ദിവസം ആ അച്ഛനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മ പറഞ്ഞു, മോനെ ഇന്ന് ഞാൻ നിൽക്കണം, നാളെ നീ ഇവിടെ നിൽക്കണം, നാളെ അച്ഛൻ്റെ കൂടെ നീ ഹോസ്പിറ്റലിൽ വേണം, ഡിസ്ചാർജ് ആയിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മ എനിക്ക് നാളെ എന്തായാലും സ്കൂളിൽ പോകണം, എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ല, വൈകിട്ടേ വരാൻ പറ്റുള്ളൂ. അമ്മ ചോദിച്ചു, എന്താ കാര്യം? എനിക്ക് പോകണം, പരീക്ഷ ഉണ്ടോ? പരീക്ഷ ഇല്ല. പിന്നെന്താ? ഞാൻ ലീവ് വിളിച്ച് പറയാൻ ടീച്ചറായിട്ട്. അത് പറ്റില്ല, എനിക്ക് എന്തായാലും പോകണം. അമ്മ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ശികാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, എനിക്ക് എന്തായാലും പോയി പഠിച്ചു.
എന്താണ് ബർത്ത്ഡേന്റെ കാര്യം ഞാൻ പറയുന്നത്. നമ്മളെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി തന്നെ ബർത്ത്ഡേക്ക് കേസ് കൊടുത്ത കാര്യം നമ്മൾ വായിച്ചതാണ്. ആ ഒന്നായിട്ട് മരത്തമ്മ കെട്ടിട്ടു, പിന്നെ ചീഞ്ഞ മുട്ടുണ്ട് എറിയല്, ഉണക്കലുണ്ട് മാലട്, ഇതൊക്കെ നമ്മുടെ പുതിയ ബർത്ത്ഡേ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മ്ലേച്ഛകരമായ ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ കുട്ടികളുടെ നിലനിൽക്കുന്നു എന്നതിന്റെ തിരിച്ചറിവാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്നിട്ട് മോൻ നിർബന്ധിച്ചു പോയി, മോൻ പോയി, അമ്മയുടെ വാക്ക് കേൾക്കാതെ മോൻ പോയി. അന്ന് ഉച്ചയ്ക്ക് ആ അച്ഛൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അച്ഛൻ ഐസിയുലേക്ക് മാറ്റി. ഈ കുട്ടി വരുമ്പോഴേക്ക് അച്ഛൻ മരിക്കുകയാണ്. പിറ്റേ ദിവസം ആ അമ്മയും ആ ബാക്കിയുള്ള 2 മക്കളും വിഷം കുടിച്ച് ഭാഗ്യത്തിന് ആ 3 ആളുകളും രക്ഷപ്പെട്ടു. ഈ മോന്റെ ഒരൊറ്റ സംഗതി കൊണ്ടാണ് ആ കുടുംബത്തിലുണ്ടായ സംഗതി. എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾ എൻ്റെ മാതാപിതാക്കൾ ഞാൻ സാധാരണ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എടോ നീയൊക്കെ ഇപ്പോഴല്ല 17-18 വയസ്സായത്, ഒരു 6-7 പഠിക്കുമ്പോൾ നീ സ്കൂളിൽ നിന്ന് വന്നാലും വിളിച്ചോണ്ടോ അങ്ങോട്ട് ബാത്റൂമിൽ നേരെ വിളിച്ചോണ്ടോ, അങ്ങോട്ട് വേണം, കുളിച്ചിട്ട് മതി. കുളിപ്പിക്കാൻ നിന്നെയും പെണ്ണായാലും ആൺകുട്ടിയാലും പെൺകുട്ടിയാലും നമ്മളെ ഒക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ചിരുന്ന ആ ഉമ്മ, ആ അമ്മയെ നമ്മളൊന്ന് ആലോചിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും നീ ഇനി വലിയ കുട്ടിയായിട്ടോ, നീ അമ്മ കുളിപ്പിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിട്ട ആ അമ്മയോട്, ആ അച്ഛൻ ഉപ്പ. സാധാരണ ഞാൻ പറയാറുണ്ട്, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഉപ്പ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വരാം. ആദ്യത്തെ വരവ് അളിയനെ വിളിച്ചിരുന്നു, അമ്മകാക്കാനെ വിളിച്ചിരുന്നു, അളിയാക്കാനെ വിളിച്ചിരുന്നു. നാളെ 10 മണി ഫ്ലൈറ്റിൽ എത്തിട്ടോ എന്ന് പറഞ്ഞപ്പോ ഉപ്പാനെ കൊണ്ടുവരാൻ അമ്മോകാക്കി അളിയാക്കി വെള്ളിപ്പും 3-4 വണ്ടിയേക്കാ പോക്ക്. 3-4 വണ്ടിയേക്ക് പോകുന്നു. അങ്ങനെ ഇറങ്ങിയ ഉടനെ ഫ്ലാഷ് ഇതിൽ വന്നു, ദുബായ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആ 30 വിളിച്ചു പറഞ്ഞിരുന്നു. 10-12 കൊല്ലം മുമ്പുള്ള കാര്യമാണ്, മൊബൈൽ ഫോണൊന്നും വ്യാപകമായിട്ടില്ല അന്നത്തെ കാര്യം. വിളിച്ചു പറഞ്ഞത്, ഞാൻ നീല ജീൻസും വെള്ള ഷർട്ടുമാണ് ഇട്ടിട്ട്. അങ്ങനെ 4ാം ക്ലാസ് പഠിക്കുന്ന എന്നെ വിളിച്ച് പൊന്തിച്ചിങ്ങനെ നിർത്താം. വരുന്നുണ്ടോ, ട്രോളി ഹിന്ദിയിട്ട് ഉപ്പ വരുന്നുണ്ടോ, അച്ഛൻ വരുന്നുണ്ടോ. അങ്ങനെ കരിപ്പൂർ എയർപോർട്ടിന്റെ ടെർമിനലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ട്രോളി ഉന്തി അങ്ങനെ ഉപ്പ അച്ഛൻ പുറത്തു വന്നു. അങ്ങനെ സ്വന്തം പാപ്പുണ്ട്, സ്വന്തം അമ്മണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ആരെയും ആ അച്ഛൻ കാണുന്നില്ല, ഉപ്പ കാണുന്നില്ല. ആകെ കണ്ടത് എന്റെ 4ാം ക്ലാസ് പഠിക്കുന്ന എന്റെ മോനത. അവനെ മാത്രം നോക്കി അവനെ വാരിയെടുത്തു, കെട്ടി പുണർന്നുകൊണ്ട് അന്ന് തന്നെ ചുടുചുംബനങ്ങൾ. ഞാൻ സാധാരണ കോളേജിൽ പറയാറുള്ള കുട്ടികളോട്, എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുന്നു, മക്കളെ, എന്റെ അച്ഛനെയും എന്റെ അമ്മയെയും സന്തോഷിപ്പിക്കണമെന്ന തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, തീവ്രമായ അഭിലാഷം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഒരു ഹിൻഡ്രൻസിനും, ഒരു പ്രതിസന്ധിക്കും, ഒരു മഹാമാരിക്കും, ഒരു കോവിഡിനും നിങ്ങളെ തകർക്കാൻ സാധ്യമല്ല എന്ന് എന്റെ കുട്ടികൾ മനസ്സിലാക്കുക. എന്റെ അമ്മയെയും എന്റെ അച്ഛനെയും എന്റെ ഉമ്മയെയും എന്റെ ഉപ്പയെയും ഞാൻ സന്തോഷിപ്പിക്കും എന്ന് തീരുമാനിക്കാൻ എന്റെ കുട്ടികൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടെ, നിങ്ങളുടെ കുടുംബങ്ങളുടെ സഹായത്തോടെ, നിങ്ങളുടെ നാട്ടുകാരുടെ സഹായത്തോടെ, നിങ്ങളുടെ ഈ വാർഡിന്റെ മെമ്പറുടെ സഹായത്തോടെ, രക്ഷിതാക്കൾ അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മക്കൾ പറയുന്നത് മുഴുവൻ സ്നേഹം എന്നതിന്റെ പേരിൽ അംഗീകരിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾ സന്നദ്ധരാകരുത്. കൃത്യമായും അവരെ വിശ്വസിക്കുക തന്നെ വേണം. അതോടൊപ്പം അവരുടെ കൂട്ടുകാരികളെ, അവർ പോകുന്ന വഴികളെ ഇതറിയാൻ നാം സമയം കണ്ടെത്തണം. പ്രത്യേകിച്ചും ഈ സമയത്ത് അവർ ഉപയോഗിക്കുന്ന സൈറ്റുകൾ എന്തൊക്കെയാണ്, അവരുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അക്കൗണ്ടിലെ അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, കൃത്യമായി അവരുടെ കൂട്ടുകാരികളും ആരൊക്കെയാണ് എന്നറിയുവാൻ കൂടെ രക്ഷിതാക്കൾ സമയം കണ്ടെത്തണം. അങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇംഗ്ലീഷ് മുതൽ ഞാൻ തുടങ്ങിയത് ഇംഗ്ലീഷിനാണ്. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നമ്മുടെ മക്കൾക്ക് എത്തുവാൻ എന്റെ കുട്ടികൾക്ക് ഏറ്റവും അനിവാര്യമായ സ്കിൽ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഡിബേറ്റ് ഞാൻ കണ്ടത് എന്തിനാണ്? ഇന്ന് സാക്ഷാൽ അമേരിക്കക്കാരുടെ മുമ്പിൽ അഭിമാനത്തോടെ I'm an Indian, I'm proud to be, I'm proud to say that I'm an Indian. Mr. President, don't talk about it, we Indians. We are proud Indians എന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിക്കണമെങ്കിൽ അവിടെ മിസ്റ്റർ പ്രസിഡന്റ് വളരെ ചോദിച്ചാൽ നടക്കില്ല. അമേരിക്കക്കാരന് മനസ്സിലാകുന്ന രൂപത്തിൽ, അമേരിക്കക്കാരന് മറുപടി പറയാൻ പറ്റുന്ന രൂപത്തിൽ ഓന്റെ ഇംഗ്ലീഷ് മറുപടി പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ മുകളിലാണ്, ഇന്ന് നെറുകയിലാണ് ഭൂമിയുടെ എന്ന് എന്റെ കുട്ടി
കുട്ടികൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ്, അതിനനുസരിച്ചുള്ള പേഴ്സണാലിറ്റി. ആരുടെ മുമ്പിലും ഇങ്ങനെ മൈക്കെടുത്ത് സംസാരിക്കാൻ, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, സംസ്കൃതം ആവട്ടെ, അറബി ആവട്ടെ, എന്തായാലും ശരി അടിപൊളിയായി പ്രസന്റേഷൻ നടത്താൻ. ഇതെന്റെ കമ്പനിയാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയ കമ്പനിയാണെന്ന് 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ മത്സരിച്ച് പറയുമ്പോൾ നമ്മുടെ 5ാം വാർഡിലെ കുട്ടികളും അങ്ങനെ പറയാനുള്ള ആ അവസ്ഥയിൽ എത്തണം. അത്തരം അവസ്ഥയിലേക്ക് ഈ വാർഡിനെ കൊണ്ടുപോകാൻ റാഷിദിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് ടെക്നോളജി, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഇംഗ്ലീഷ്, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ പറയുന്ന മേഖലയിലൊക്കെ എന്റെ ആത്മാർത്ഥമായ സഹകരണം നിങ്ങൾക്ക് ഓഫർ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റാഷിദിനും ഇവിടെ വേദിയിലിരിക്കുന്ന ഫൈസൽ മാസ്റ്റർക്കും, എന്റെ ഈ വാക്കുകൾ ശ്രമിക്കുന്ന എന്റെ മാതാപിതാക്കൾക്കും, സഹോദരി സഹോദരന്മാർക്കും, എന്റെ കൊച്ചനിയന്മാർക്കും അനുസരിമാർക്കും ഒക്കെ ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. പക്ഷേ ഇനിയും വീണ്ടും കോവിഡൊക്കെ മാറി ഉഷാറായി റാഷിദ് ഒഫീഷ്യലി ഇവിടെ ഇരുന്ന് മുനിസിപ്പൽ ചെയർമാനൊക്കെ കൂടെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വലിയ പരിപാടികൾ നമുക്ക് ഇനിയും സംസാരിക്കണം. I congratulate all of you for giving me a chance like this, for coming here and speaking to you almost 45 minutes. And I wish all the best for my best comrade, Mr. Rashid Kepi, for winning his mandate as a representative of 5th Ward of Katakal Municipality. Once again, thanking you all, wishing you all the best, and extending all my contributions in future. Once again, praying for all your well-being. Wish you all the best. Thank you very much. Jai Hind, Assalamu alaikum. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സാറോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പങ്കെടുക്കാനായിട്ടുണ്ട്. വളരെ Dr. Mansoor Ali sir for giving us a wonderful speech on behalf of Rashid and my dear friends. Thank you once again.